ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഇത് വന്നിട്ടൊരു മീഷോ ഹോൾ വീഡിയോ തന്നെയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് മോനിക്ക് വാങ്ങിയിട്ടുള്ള കുറച്ചധികം പ്രൊഡക്ട്സ് ആണ്. സോ മറ്റുള്ള വീഡിയോ പോലെ തന്നെ മുന്നേ ചെയ്തിട്ടുള്ള 1-2 വീഡിയോ പോലെ തന്നെ ഈ ഒരു വീഡിയോന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ പ്രൊഡക്ട്സ് വാങ്ങിയിട്ട് ഓപ്പൺ ചെയ്തിട്ടല്ല കാണിക്കാനായിട്ട് പോകുന്നത്. മുന്നേ വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സിൽ എനിക്ക് യൂസ്ഫുൾ ആണ്, ഇപ്പോഴും യൂസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ക്വാളിറ്റി വൈസ് ആയിക്കോട്ടെ അതിന്റെ 1-2 വാഷ് ഒന്നിൽ കൂടുതലോ വാഷൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ആഫ്റ്റർ റിവ്യൂ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. മുന്നേ ചെയ്തതും അത് തന്നെയായിരുന്നു. ഇതിന്റെ തൊട്ട് മുന്നായിട്ട് അപ്ലോഡ് ആക്കിയിട്ടുള്ള വീഡിയോയിൽ വന്നിട്ട് മോൾക്ക് വാങ്ങിയിട്ട് നല്ലത് എന്ന് തോന്നിയിട്ടുള്ള കുറച്ചധികം പ്രൊഡക്ട്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ട് മോനിക്ക് യൂസ്ഫുൾ ആണ്, ഇപ്പോഴും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ചധികം നല്ല പ്രൊഡക്ട്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒട്ടും ലൈറ്റ് ആക്കേണ്ട വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് കാണാം കേട്ടോ. ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഒരു 2-piece സെറ്റ് ആണ്, അതായത് ഒരു ടീ-ഷർട്ടും വിത്ത് അതിൻ്റെ ഒരു ബോട്ടം സെറ്റും ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതാണ് ടീ-ഷർട്ട് വന്നിട്ടുള്ളത്, ഇതിന്റെ ഷോർട്സ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് വന്നിട്ട് ഈ ഒരു ടീ-ഷർട്ട് വന്നിട്ടും റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. ഷോർട്ട് സ്ലീവ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു മിന്റ് ഗ്രീൻ ആൻഡ് ഒരു ബ്ലാക്ക് കളറിലായിട്ടാണ് ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഫ്രണ്ടിലായിട്ട് വന്നിട്ട് ഒരു ടെഡിന്റെ ഒരു പ്രിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ ഷോർട്സ് വന്നിട്ട് ഇലാസ്റ്റിക് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്, ഒരു മിന്റ് ഗ്രീൻ കളറിൽ. പിന്നെ അതിന്റെ ഒരു പോർഷനിലായിട്ട് വന്നിട്ട് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള റേറ്റിംഗ് ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. ഒരു മീഷോ ട്രസ്റ്റഡ് പ്രൊഡക്റ്റ് ആണ്. നമുക്കറിയാം മീഷോ ട്രസ്റ്റഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സമയത്ത് മീഷോ തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ബേബീസിന്റെ ഏത് പ്രൊഡക്റ്റ് നമ്മൾ എല്ലാവരും വാങ്ങുകയാണെങ്കിലും ആദ്യം വാഷ് ചെയ്ത ശേഷമായിരിക്കും കുട്ടികൾക്ക് യൂസ് ചെയ്യാനായിട്ട് കൊടുക്കാറ്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് വന്ന ശേഷം വാഷ് ചെയ്തപ്പോൾ തന്നെ ചില പ്രൊഡക്ട്സ് നമുക്ക് അതിന്റെ ഒരു കളറൊക്കെ ഇങ്ങനെ ആ വെള്ളത്തിലോട് ഇങ്ങനെ ഒരു മിക്സ് ആയി വരുന്ന ഒരു ഇത് കാണാറുണ്ട് ചില പ്രൊഡക്ട്സിൽ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനത്തെ ഒരു 8 പെയേഴ്സോളം ഷോർട്സും അങ്ങനെ ടീ-ഷർട്ടും ആയിട്ടുള്ള ഒരു ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് ഇങ്ങനെ ഇങ്ങനെ ഇളകി വരുന്നതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. സോ ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നി. ഇതിന് ഞാൻ കൊടുത്തിട്ടുള്ള ഒരു പ്രൈസ് വന്നിട്ട് 163 rupees ആണ്. ആ പ്രൈസിന് എന്തുകൊണ്ടും വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് തോന്നി. മീഷോ ട്രസ്റ്റഡ് പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ കളർ ആയിക്കോട്ടെ ക്വാളിറ്റി ആയിക്കോട്ടെ നല്ല ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. വാഷ് ചെയ്തിട്ട് കളറും കാര്യങ്ങളൊന്നും ഇളകി പോകുന്നതായിട്ട് തോന്നിയില്ല. അപ്പൊ എന്തുകൊണ്ടും ആ ഒരു പ്രൈസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്കറിയാം ബേബീസിന്റെ ഡ്രസ്സ് നമ്മൾ ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിട്ട് പുറത്ത് നിന്ന് വാങ്ങുമ്പോഴൊക്കെ കുറച്ചധികം പ്രൈസ് കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പൊ അതിന്റെ ക്വാളിറ്റി എന്തായാലും ആ പ്രൊഡക്ട്സിന് ഉണ്ടാവും. ഇങ്ങനെയുള്ള ചെറിയ ചീപ്പ് റേറ്റ് നമുക്ക് എടുക്കുമ്പോൾ ആ ഒരു പ്രൈസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെയൊക്കെ ക്വാളിറ്റി കുറച്ചത്രയോ ബെറ്റർ ആണ് കേട്ടോ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഒരു 8 പെയേഴ്സോളം ഇങ്ങനത്തെ 2-piece സെറ്റ് വാങ്ങിയെന്ന് പറഞ്ഞല്ലോ. സോ ഞാൻ 2-3 ലാസ്റ്റ് കാണിച്ചു തരാം. അതൊക്കെ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് എന്താ പറയാ ക്വാളിറ്റി കുറഞ്ഞ തന്നെയാണ്. ജസ്റ്റ് ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് വരുന്നത്. ഇതുപോലെ തന്നെ സെക്കൻഡ് പ്രൊഡക്റ്റ് വരുന്നതും ഇതുപോലെ ഒരു 2-piece സെറ്റ് തന്നെയാണ്. ഒരു ടീ-ഷർട്ട് വിത്ത് അതിന്റെ ഒരു ഷോർട്സ് ആണ് വന്നിട്ടുള്ളത്. ഇതും കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത്. ഒരു മീഷോ ട്രസ്റ്റഡ് പ്രൊഡക്റ്റ് തന്നെയാണ്. റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഷോർട്ട് സ്ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ വന്നിട്ട് ഒരു വൈറ്റ് കളറിൽ ഒരു മമ്മാസ് ബോയ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഷോർട്സ് ആയിക്കോട്ടെ ഇലാസ്റ്റിക് ഡീറ്റെയിലിംഗ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ടൈപ്പ് പ്രിന്റ് ഒക്കെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ആ ഒരു പ്രൊഡക്റ്റിനെ ഫസ്റ്റത്തെ ആ പ്രൊഡക്റ്റിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിന് വെറും 116 രൂപ എങ്ങാണ്ട് ഇതിന് പ്രൈസ് വരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും നല്ല വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ഞാൻ പൊതുവേ 2 ബേബീസിന് ഇങ്ങനത്തെ 2-piece സെറ്റ് മാക്സിമം എടുക്കാറില്ല. അതിന് റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇലാസ്റ്റിക് ഒക്കെ എടുക്കുന്ന സമയത്ത് അവർക്കും ബുദ്ധിമുട്ടാണ്, അത് കാണുന്നത് നമുക്കും കുറച്ചധികം ബുദ്ധിമുട്ടാണ്. കൂടുതലും റോംബേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് യൂസ് ആക്കാറുള്ളൂ. എങ്കിലും ഇങ്ങനത്തെ പ്രൊഡക്ട്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് താഴെയായിട്ട് ഈ ഒരു ഷോർട്സ് ഫസ്റ്റ് ഇടുമ്പോഴാണല്ലോ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. സോ നമുക്ക് ഈ ടീ-ഷർട്ട് ഇട്ടിട്ട് അതിന്റെ മേലെ കൂടെ ആയിട്ട് ഒരു ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് വേറെ രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നും വരാറില്ല. സോ നല്ല പ്രൈസ് കുറവായ കാരണം ഞാൻ എടുത്തതാണ് കേട്ടോ. അത്യാവശ്യം നല്ല റിവ്യൂസ് ഉള്ള ഒരു മീഷോ ട്രസ്റ്റഡ് പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതും നമ്മൾ വാഷ് ചെയ്ത സമയത്ത് ഫസ്റ്റ് ടൈം കൊണ്ടുവന്നപ്പോൾ ആയിക്കോട്ടെ ഒരു തവണ ഇട്ട് കൊടുത്തിട്ടുള്ള വാഷ് ചെയ്തിട്ടും നമുക്ക് അതിന്റെ കളറൊന്നും ഇങ്ങനെ വെള്ളത്തിനോട് ഇങ്ങനെ മിക്സ് ആവുന്ന ആ ഒരു ഇത് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പൊ എന്തുകൊണ്ടും നല്ല വർത്തായിട്ടുള്ള 2 പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. സൈഡിലായിട്ട് അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വീഡിയോ ഞാൻ കൊടുക്കട്ടെ, കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവും. 2 മീഷോ ട്രസ്റ്റഡ് പ്രൊഡക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ.
നമ്മൾ ആ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടും ക്വാളിറ്റി ഉള്ള നല്ലൊരു 2 പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ 2 പ്രൊഡക്റ്റ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം. നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ക്യൂട്ട് പ്രൊഡക്റ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. 2 ക്യാപ്പാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ആ മീഷോയിൽ സെർച്ച് ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് ഇതിൽ ആരും വാങ്ങിയിട്ടുള്ളതായിട്ട് കണ്ടില്ല കേട്ടോ. ഒരു തോന്നലിന് വാങ്ങിയതാണ്. ഞാൻ കൂടുതലും മീഷോയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് അതിന്റെ താഴെ റിവ്യൂസ് നോക്കിയിട്ട് ആരെങ്കിലുമൊക്കെ വാങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷമേ ഞാൻ ഓർഡർ ചെയ്യാറുള്ളൂ. പക്ഷേ ഞാൻ അതായത് ബോയ്സിന് പറ്റിയിട്ടുള്ള, അതായത് ബേബി ബോയ്സിന് പറ്റിയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ക്യാപ്പൊക്കെ നോക്കിയ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷെ റിവ്യൂസ് നോക്കുന്ന സമയത്ത് ആരും തന്നെ വാങ്ങിയിട്ടില്ല. സോ എൻ്റെ ഒരു ഉറപ്പിന് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ കൈ കിട്ടിയ സമയത്ത് 2 നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ക്യാപ്പ് തന്നെയാണ് കേട്ടോ. ഇതിന്റെ ഒരു 6 പെയേഴ്സോളം ഒരു ഡിഫറെന്റ് കളേഴ്സിലുള്ള ക്യാപ്സ് ആ ഒരു പേജിൽ കാണാൻ പറ്റും. നമുക്ക് ഇന്ന കളർ എന്ന് പറഞ്ഞിട്ട് ചൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. നമുക്ക് ഈ ഒരു 2 പെയർ ഒരുമിച്ചാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഏത് കൊടുത്താലും അവർക്ക് ഇഷ്ടമുള്ള 2 കളറായിരിക്കും നമുക്ക് അയച്ചു തരിക. എനിക്ക് ഇഷ്ടമുള്ള 2 കളറും കുഴപ്പമില്ല കേട്ടോ. ഇതും ഞാൻ കൊണ്ടുവന്ന സമയത്ത് വാഷ് ചെയ്തു. കാരണം ഇതൊക്കെയെന്ന് പറയുമ്പോൾ ഇത് ബേബീസിന് യൂസ് ചെയ്യുന്നതാണ് നമുക്കറിയാം. സോ ഇതൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇട്ട് പോരുമോ എന്നുള്ളത് നമുക്കറിയണം. അതുപോലെ തന്നെ ഇത് കിട്ടുമ്പോൾ ഒരു സ്മെല്ലിലായിക്കോട്ടെ ഒരു പ്രത്യേകത നമുക്ക് തോന്നുമല്ലോ. സോ നമുക്കത് അങ്ങനെ ഡയറക്റ്റ് ബേബീസിന് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ആരും ചെയ്യാറില്ല. സോ അങ്ങനെ വാഷ് ചെയ്തപ്പോൾ പോലും നല്ല രീതിയിൽ ഞാൻ വാഷ് ചെയ്തിട്ടും വേറൊരു രീതിയിലുള്ള ബുദ്ധിമുട്ട് വന്നിട്ടില്ല കേട്ടോ. അതിന് മെറ്റീരിയൽ വരുന്നത് ടൈപ്പ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടോ. ഇതിൽ ഏറ്റവും ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആ മേലുള്ള ഒരു ഇതുണ്ടോ പറയുക, പക്ഷെ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. 2 കളർ ആയിക്കോട്ടെ, അതിന്റെ മേലുള്ള ഈ ഒരു സംഭവം ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതിന്റെ ഉള്ളിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ മെറ്റീരിയൽ വന്നിട്ട് കുറച്ച് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത്. 2 കളറും നന്നായിട്ടുണ്ട് കേട്ടോ. വാഷ് ചെയ്തിട്ടൊന്നും വേറെ രീതിയിൽ ഇങ്ങനെ ഈ ഒരു പറഞ്ഞു പോകുന്ന ടൈപ്പ് ഒരു ഇതൊന്നും തോന്നിയില്ല. നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഒരു 226 റുപ്പീസിനാണെന്ന് തോന്നുന്നു ഞാനിത് പർച്ചേസ് ആക്കിയത്. എന്തായാലും 200 സംതിങ് ആണ്. കുഴപ്പമില്ല, നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ തോന്നി. ഇപ്പൊ ഞാൻ ഇത് പറയാൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ നമ്മൾ പുറത്തുനിന്ന് പോയിട്ട് ഞാൻ ഇതേപോലെ ഇതുമായിട്ട് ഇങ്ങനെയല്ല, ഇതിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാപ്പ് നോക്കിയപ്പോൾ നല്ലൊരു എമൗണ്ട് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് നല്ലൊരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 500 സംതിങ്ങിന് താഴെയുള്ളൊരു എമൗണ്ട് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ക്യാപ്പിന്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാപ്പ്. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് മീഷോയിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാപ്പൊക്കെ ഇതുപോലെ 2 എണ്ണമൊക്കെ ഒരു 200 സംതിങ്ങിന് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർത്തായിട്ട് എനിക്ക് തോന്നി. എനിക്ക് എന്തുകൊണ്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ക്വാളിറ്റി വൈസ് ആണെങ്കിലും ഒരു മൊത്തത്തിലുള്ള ഒരു ലുക്കൊക്കെ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. സോ എന്തായാലും ഞാൻ ലിങ്ക് കൊടുക്കാൻ, എനിക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് 2ാമത്തെ പ്രൊഡക്റ്റ് വരുന്നത്. ഇതിന്റെ 2 പെയേഴ്സ് ഇതാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഒരു 6 കളേഴ്സോളം ആ ഒരു പേജിലുണ്ട്. അവര് ചൂസ് ചെയ്ത് തരും നമുക്ക് കളർ. നമുക്കായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ എന്തുകൊണ്ടും നല്ല ഇതായിട്ടുള്ള 2 പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം. നെക്സ്റ്റ് പ്രൊഡക്റ്റും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. എല്ലാ ബേബീസിനും മസ്റ്റ് ഹാവ് ആയിട്ട് വേണ്ട ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ഒരു ഇതാണ് കേട്ടോ. ഞാൻ മുന്നത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, എൻ്റെ ബേബി ഗേളിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്പ്രിംഗ് റോംബർ വാങ്ങിയത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എന്ന് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ സമയത്ത് എൻ്റെ മോനിക്ക് ഓർഡർ ചെയ്തൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഈ ഒരു ക്വാളിറ്റി നിങ്ങൾ ഇതിൽ കാണുന്നതിലും വെച്ച് മുന്നത്തെ ആ പറഞ്ഞ പോലെ തന്നെ എത്രയോ ബെറ്റർ ആണ് ഇതിന്റെ ക്വാളിറ്റി നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ കേട്ടോ. ജസ്റ്റ് നമുക്ക് അതിന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അതിന്റെ മൊത്തത്തിലൊരു ക്വാളിറ്റി മനസ്സിലാക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഇങ്ങനെ ഒരു ക്യാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ചെവി പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുൾ സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. സ്ലീവ് പിന്നെ ഒരു നീ ലെങ്ത്തോളം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ ബേബീസിന് വന്നിട്ട് ഇത് ഫുൾ ലെങ്ത് ആണ്, റാപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. സിബ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈസിലി സിബ് ഓപ്പൺ ചെയ്യാനായിട്ടൊക്കെ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ചെറിയൊരു എന്തായിട്ട് തോന്നിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചൂസ് ചെയ്തിട്ട് അതിൽ കൊടുക്കുന്ന കളർ ആയിരിക്കില്ല നമുക്ക് കയ്യിൽ കിട്ടുക. മുന്നേ ഞാൻ കാണിച്ചിട്ടുള്ള വീഡിയോയിലും ഞാൻ ഓർഡർ ചെയ്തത് വേറെ ഒരു കളറാണ്, പക്ഷെ എനിക്ക് കിട്ടിയത് ആ ഒരു കളറായിരുന്നു കേട്ടോ. പക്ഷെ നല്ലൊരു ഭംഗിയുള്ള കളറായിരുന്നു അത്. ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കളർ തന്നെയാണ്. പക്ഷെ അതിൽ നിന്നും വേറൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഒരു സ്പ്രിംഗ് റോംബറായിട്ട് ഇത് എനിക്ക് തോന്നിട്ട് അതിന്റെ ഒരു ക്വാളിറ്റി വേറൊരു ഇത്. കാരണം നമുക്ക് ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങോട്ട് ആക്കുമ്പോൾ തന്നെ ഒരു 2 തരത്തിലുള്ള ഒരു കളർ ഷെയ്ഡോട് കൂടി വരുന്നത് നല്ലൊരു ക്വാളിറ്റി തന്നെ
അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിന്റെയും ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. ഇതിന്റെ ഉള്ളിലുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതാണ് ഞാൻ എടുത്ത് പറയാൻ വന്നത്. ആ ഒരു മോളൂട്ടിക്ക് വാങ്ങിയിട്ടുള്ള ആ സംഭവത്തിൽ വന്നിട്ട് ഫ്രണ്ടിലും അകത്തൊക്കെ ഒരേ ക്വാളിറ്റിയാണ്. എന്താണോ പുറത്തുള്ളത് അത് തന്നെയായിരുന്നു അകത്ത്. പക്ഷെ ഇതിന്റെ കണ്ടില്ലേ, ഫ്രണ്ടിലുള്ളത് വന്നിട്ട് ഇങ്ങനെ ഒരു സ്പ്രിങ് ടൈപ്പ് ആയിട്ട് നല്ലൊരു ഭംഗി, ഭയങ്കര സുഖം തൊടാനൊക്കെ ഉള്ളത്. പക്ഷെ ഉള്ളിലും വന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഈ ഒരു ഫ്രണ്ടിൽ കാണുന്ന ഒരു മൊത്തത്തിലുള്ള ഒരു ഇതല്ല, ഉള്ളിൽ വന്നിട്ട് കണ്ടില്ലേ ഇങ്ങനെ ഒരു ടൈപ്പാണ് കേട്ടോ വന്നിരിക്കുന്നത്. പക്ഷെ ഇട്ട് കഴിഞ്ഞാലൊക്കെ ബേബീസിന് വേറെ ഒരു രീതിയിലും ബുദ്ധിമുട്ടില്ലാത്തൊരു തന്നെയാണ്. ഇത് വന്നിട്ട് സിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അത് ഭയങ്കര ഒരു നല്ലൊരു ഇതായിട്ട് തോന്നി. ഞാൻ ഫസ്റ്റ് ഇതേപോലെ ഈ 2 റോംബർ ഓർഡർ ആക്കിയ സമയത്ത് എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു ഇതിൽ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റിൽ സിബിന് ചെറിയ രീതിയിലൊരു ഡാമേജ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് ഈ സിബിന്റെ ഒരു ഡാമേജ് ആണ്. കാരണം ഇത് വരെ പോവുമായിരുന്നു, ഇതിന്റെ താഴോട്ട് പോകുന്ന സമയത്ത് അവിടെ ചെറിയൊരു ഇത്. അതുകൊണ്ട് തന്നെ വേഗം റിട്ടേൺ ആക്കിയിട്ട് പുതിയത് ഒരെണ്ണം ഓർഡർ ആക്കി വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിനും അത്യാവശ്യം റിവ്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ഒരു അന്നത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചൂസ് ചെയ്യുന്ന കളർ ആയിരിക്കില്ല നമുക്ക് കിട്ടുക. മൊത്തത്തിൽ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളറാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിനും അതേ പ്രൈസ് തന്നെയായിരുന്നു. 257 റുപ്പീസാണ് ഈ ഒരു പ്രൊഡക്റ്റിനും പ്രൈസ് വരുന്നത്. സോ ഇതും നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു മോൾക്ക് വാങ്ങിയിട്ടുള്ള അതായിരിക്കും 10/10 ക്വാളിറ്റിയിൽ നിൽക്കുക എന്ന് പറയും. ഇതും നല്ല ക്വാളിറ്റി തന്നെയാണ്, പക്ഷെ അതായിരിക്കും കുറച്ചും കൂടി മുന്നിൽ നിൽക്കുക എന്ന് പറയുന്നത്. കാരണം അതിന്റെ പുറത്തുള്ള അതേ ക്വാളിറ്റി തന്നെയാണ് അതിന്റെ അകത്തും ആയിട്ടുള്ളത്. അങ്ങനെ തോന്നി. ഇതിന്റെ വന്നിട്ട് പുറത്തുള്ള ഒരു സ്പ്രിങ്ങോ കാര്യങ്ങളോ എല്ലാം ഉള്ളിലുള്ളത്. അതൊരു മൊത്തത്തിലൊരു കവർ ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ആയിട്ടാണ് തോന്നിയത്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇതും ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ. വാഷ് ചെയ്തിട്ടുണ്ട്, 1-2 തവണ വാഷ് ചെയ്തിട്ടുണ്ട്. വേറെ രീതിയിലൊക്കെ അതിന് ഇങ്ങനെ പറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം. പ്രൊഡക്റ്റും വന്നിട്ട് ബേബി ബോയ്സിനൊക്കെ വന്നിട്ട് ഭയങ്കര ഒരു എന്താ പറയാ, അത്യാവശ്യം വേണ്ട ഒരു പ്രൊഡക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ. ഒരു ആംഗിൾ ലെങ്ത്തോളം വരുന്ന ഒരു സോക്സ് ആണ്. ഈ ഒരു സോക്സ് വന്നിട്ട് 4 പെയേഴ്സ് ആണ് ഈ ഒരു സോക്സ് നമ്മൾ വാങ്ങുന്ന സമയത്ത് വരാറ് കേട്ടോ. ജസ്റ്റ് 1 by 1 ആയിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതൊരു പെയറാണ്. ഇത് വന്നിട്ട് ഇങ്ങനെ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഒരു വൂളൻ ടൈപ്പ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു വാം വൂളൻ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഇതിന്റെ ഈ ഒരു ഫ്രണ്ടിലായിട്ട്, അതായത് ഇതിന്റെ മേൽഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു വൈറ്റ് കളറിലുള്ള ഒരു ഇത് നമുക്കിതിങ്ങനെ നിവർത്താനായിട്ടൊക്കെ പറ്റും കേട്ടോ. എന്നിട്ട് ഞാൻ അങ്ങനെ തന്നെ നമുക്ക് ഇതാക്കി വെക്കാനായിട്ട് പറ്റും. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ വരുന്നതും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സോക്സ് ആണ്. ഒരുപാട് തവണ വാഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു മെറ്റീരിയലിന്റെ പ്രത്യേകതയാണ് കേട്ടോ ഇങ്ങനെ ഒരു ടൈപ്പ് ഇങ്ങനെ കാണുന്നുണ്ട് അങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ നൂല് പൊന്തിയതോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇതാണ് ഫസ്റ്റത്തെ പെയർ എന്ന് പറയുന്നത്. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു സ്കൈ ബ്ലൂ കളർ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ കളറാണ് കേട്ടോ. ഇതും അത്യാവശ്യം യൂസ് ആക്കിയിട്ടുണ്ട്. ഇതിലത്തെ 4 സോക്സും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഇതാണ് സെക്കൻഡ് വൺ വരുന്നത്. ആൻഡ് തേർഡ് വൺ വന്നിട്ട് ഇങ്ങനെ ഒരു ഡാർക്ക് കളറിൽ വന്നിട്ടുള്ള ഒരു പെയർ, പിന്നെ ഒരു പിങ്ക് കളറിൽ വന്നിട്ടുള്ളത്. മൊത്തത്തിൽ ഇതാണ്. സോ ഇനി മാറ്റാറായിട്ടുണ്ട്. കുറേ തവണ യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, കുറേ തവണ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ മാറ്റാറായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു സോക്സിൽ തന്നെ കുറേ ഡിഫറെന്റ് കളേഴ്സിലും അതുപോലെ തന്നെ പല പല പ്രിന്റിലും അല്ലെങ്കിൽ മൊത്തത്തിൽ ഉള്ള ഒരു സോക്സ് ഒക്കെ ഉണ്ട്. അതിൽ ഞാൻ ഇപ്പൊ കൊടുത്തിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു സോക്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ തന്നെ ഇങ്ങനെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ട് കുറേ ക്യൂട്ട് ആയിട്ടുള്ള കുറെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സോക്സ് ഒക്കെ ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. ഇതും എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയായിരുന്നു. എൻ്റെ മോനിക്ക് ഒരുപാട് തവണ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. വേറെ രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇതും എനിക്ക് ഒരു 165 റുപ്പീസിന് എങ്ങാണ്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു മീഷോ ട്രസ്റ്റഡ് പ്രൊഡക്റ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയായിരുന്നു. ചില സോക്സ് ഒക്കെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ബോയ്സ്, എൻ്റെ മോൻ്റെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ബേബി ഗേളിന് ഇടുന്ന സമയത്ത് അതിൽ ഈ നെറ്റിന്റെ ആയിക്കോട്ടെ ലേസ് വർക്ക് അങ്ങനത്തെ ഒക്കെ ഇതാകുമ്പോൾ ചെറുതായിട്ട് അവർക്കൊരു കംഫർട്ട് ഇല്ലാത്ത പോലെ കുത്തുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ കംഫർട്ട് ഇല്ലാണ്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഉള്ളിൻ മെറ്റീരിയൽസ് ഒക്കെ ആകുമ്പോൾ അവർക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മോന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും കാണിക്കാറില്ല കേട്ടോ. സോ എനിക്ക് എന്തുകൊണ്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള
പ്രൊഡക്റ്റ് തന്നെയായിരുന്നു. 165 റുപ്പീസാണ്. ഇതും എനിക്ക് എന്തുകൊണ്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് തോന്നിയിട്ട് നമ്മൾ ഓർഡർ ആക്കുന്ന സമയത്ത് ഒരു 4 പെയേഴ്സ് ആണ് നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുക 165 റുപ്പീസിന്. നല്ല വർത്ത് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം. ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കുന്ന ഒരു 3 പ്രൊഡക്റ്റോളം ഇതുപോലെ തന്നെ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പ്രൊഡക്റ്റ് കാണിച്ച സമയത്ത് ഞങ്ങൾക്ക് ഒരു 8 പെയേഴ്സോളം വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അതാണ് ഇനി കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു സെറ്റാണ് വരുന്നത്. ഒരു ടോപ്പ്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബോട്ടം. ഓക്കെ, ഇതാണ് വന്നിട്ടുള്ളത്. ഇൻസൈഡിലായിട്ട് കൊടുക്കട്ടെ, അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കാണും. ഇത് അതേപോലെ റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ടീഷർട്ടാണ്. അതിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു ബ്ലൂ കളറിലുള്ള പ്രിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കപ്പ് ഓഫ് കോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ, ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ ഷോർട്സ് വന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റാർ ആയിട്ടുള്ള ബ്ലൂ കളറിൽ വൈറ്റ് കളറിലുള്ള സ്റ്റാർ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഷോർട്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇലാസ്റ്റിക് തന്നെയാണ്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു സെറ്റ് തന്നെയാണ് കേട്ടോ. ഇത് എനിക്ക് ഒന്നിൽ കൂടുതൽ തവണ ഞാൻ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. മോന് വാഷ് ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല. ഫസ്റ്റ് കാണിച്ച പ്രൊഡക്റ്റ് പോലെ തന്നെ കളറ് പോലും നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഇളകിപ്പോൾ ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് നല്ല ഒരു എന്താ പറയാ അഫോർഡബിൾ പ്രൈസിനാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 100 റുപ്പീസിനാണ് ഈ ഒരു സെറ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ആ ഒരു 100 റുപ്പീസ് വെച്ച് നോക്കുന്ന സമയത്ത് എത്രയോ നല്ലതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഒരുപാട് തവണ വാഷ് ചെയ്തിട്ടുണ്ട്. സ്ലീവ്ലെസ് ആണ് വരുന്നത്. മറ്റുള്ള പ്രൊഡക്റ്റിലൊക്കെ ഷോർട്ട് സ്ലീവ്സോളം ഉണ്ടായിരുന്നല്ലോ. ഈ ഒരു പ്രൊഡക്റ്റിന് വന്നിട്ട് സ്ലീവ്ലെസ് ആണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. റൗണ്ട് നെക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രിന്റ് ആയിക്കോട്ടെ, അതിന്റെ ക്വാളിറ്റി ആയിക്കോട്ടെ, എന്തുകൊണ്ടും നല്ല ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ നല്ലൊരു ഗുഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് എനിക്ക് എന്തുകൊണ്ടും ഇഷ്ടപ്പെട്ടു. നല്ലൊരു മീഷോ ട്രസ്റ്റഡ് പ്രൊഡക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് ആയിട്ട് അറിയില്ല, പക്ഷെ ഒരുപാട് റിവ്യൂസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഒരു ടീഷർട്ട് വിത്ത് ബോട്ടം സെറ്റ് തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. ഇതാണ് നെക്സ്റ്റ് വൺ വരുന്നത്. ഇതാണ് ഇതിന്റെ ടീഷർട്ട് വരുന്നത്. ആൻഡ് ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് കേട്ടോ. ഇതും റൗണ്ട് നെക്ക് പിന്നെ ഷോർട്ട് സ്ലീവ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു നേവി ബ്ലൂ കളറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഒരു ബ്ലൂവിൽ വന്നിട്ട് വൈറ്റ് കളർ ടെഡി ബിയറിന്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. സെയിം ഇതിന്റെ ഷോർട്സിന് അതേ സെയിം പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇലാസ്റ്റിക് തന്നെയാണ്. ഇത് ഞാൻ ഈ ഒരു രണ്ടെണ്ണം ഇങ്ങനെ കാണിക്കാൻ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള പ്രൊഡക്ട്സ് ഞാൻ കാണിച്ചല്ലോ, അതൊക്കെ എനിക്ക് നല്ല ആ ഒരു പ്രൈസിന് ചെറിയൊരു പ്രൈസിന് ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നി. സോ ഇതും ഏകദേശം ആ ഒരു 100 സംതിങ് പ്രൈസ് ഒക്കെ വരുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷേ 1-2 വാഷ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെയൊക്കെ പ്രിന്റ് ചെറുതായിട്ട് പോരുന്നുണ്ട്. അത് ഞാൻ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 2 പ്രൊഡക്റ്റ് ഞാൻ ലാസ്റ്റ് കാണിക്കാന്ന് പറഞ്ഞത്. അതൊക്കെ ആ പ്രൈസിന് എന്തുകൊണ്ട് വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇതും നല്ലൊരു ക്വാളിറ്റി ഉണ്ട് എങ്കിൽ പോലും 1-2 വട്ടം വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇതിന്റെ ഈ ഒരു മൊത്തത്തിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ടെഡിബിയറിന്റെ പ്രിന്റ് ഉണ്ടല്ലോ, ചെറുതായിട്ട് ഇങ്ങനെ കുഞ്ഞതായിട്ട് വിട്ടുപോരുക അല്ലെങ്കിൽ മങ്ങുന്ന പോലെ ഒരു ഇതുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കാണിച്ചത്. സോ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഞാൻ 0 to 2 months തന്നെയാണ് ചൂസ് ആക്കിയത്. നെക്സ്റ്റ് ഇതുപോലെ തന്നെ ഞാൻ വേറൊരു പ്രൊഡക്റ്റ് കാണിക്കാം. ഒരു ഗ്രീൻ കളർ ടീഷർട്ടും പിന്നെ ഒരു വൈറ്റ് പ്രിന്റ് വരുന്ന ഒരു ഷോർട്ട്സും ഉള്ളൊരു 2 പീസ് സെറ്റ് ആണ്. ഇതും ഇതുപോലെ റൗണ്ട് നെക്ക് ഷോർട്ട് സ്ലീവ്സ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഷോർട്ട്സ് ഓൾസോ വന്നിട്ട് ഇതേപോലെ ഇലാസ്റ്റിക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതും ഞാൻ കാണിക്കുന്നതിന്റെ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും 1-2 തവണ വാഷ് ചെയ്തപ്പോഴേക്കും ഭയങ്കരമായിട്ട് കുറച്ച് ഇങ്ങനെ കളറൊക്കെ മങ്ങിയിട്ടൊരു ഇത് തോന്നിയിട്ട് അതുകൊണ്ട് ഞാൻ കാണിച്ചു എന്നുള്ളൂ. ജസ്റ്റ് മറ്റുള്ള പ്രൊഡക്ട്സ് കാണിക്കുമ്പോൾ അതിൽ നിന്നും ആ ഒരു പ്രൈസിനോടൊപ്പം എടുത്താൽ അല്ലെങ്കിൽ അങ്ങനെ കാണിച്ചപ്പോൾ കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മറ്റേ പ്രൊഡക്ട്സ് ഒക്കെ വാഷ് ചെയ്ത സമയത്ത് എനിക്ക് കളർ പോരുന്നതായിട്ട് തോന്നിയില്ല എന്ന്. ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇതൊരു ഗ്രീൻ കളർ ടീഷർട്ട് അല്ലേ, ഇത് കണ്ടില്ലേ വാഷ് ചെയ്ത സമയത്ത് അതിന്റെ കളറിൽ നിന്ന് വിട്ടുപോയിട്ട് കണ്ടില്ലേ ഈ ഒരു ഇതിന്റെ ഫ്രണ്ടിലുള്ള പോക്കറ്റ്സിലൊക്കെ കളർ ആയിരിക്കണേ. അതാണ് ആ ഒരു ജസ്റ്റ് ആ ഒരു ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ 2 പ്രൊഡക്ട്സ് കാണിച്ചു തരുന്നുള്ളൂ. പക്ഷേ എന്താ ഒരു ഇത് പറയുകയാണെങ്കിൽ കാരണം അത്രയ്ക്ക് ചെറിയൊരു പ്രൈസാണ് വരുന്നുള്ളൂ. അപ്പൊ അതിന്റെ ക്വാളിറ്റി ഒക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിനുള്ളൂ. സോ നമ്മൾ മുന്നിൽ കാണിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് ചെറിയ പ്രൈസ് ആണെങ്കിൽ കൂടി ഒരുപാട് ക്വാളിറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ നല്ല കാര്യമാണ്. ഇനിയും ഞാൻ കുറെ അധികം പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ യൂസ് ചെയ്ത പ്രൊഡക്റ്റിന്റെ ഒരു ആഫ്റ്റർ റിവ്യൂ പറയണത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മളൊരു പുതിയ പ്രൊഡക്ട്സ് കാണിക്കുന്ന സമയത്ത് അത് ക്വാളിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ എന്നുള്ളതിനേക്കാളും നമ്മളിപ്പോൾ കറന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന പ്രൊഡക്ട്സ് കുറച്ചും കൂടി നമുക്ക് നല്ല രീതിയിൽ അതൊരു റിവ്യൂ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും.
ഈ ഒരു പ്രൊഡക്റ്റിനെ കാണും. അങ്ങനെ ഞാൻ തിങ്ക് ചെയ്തത് കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ട്സിൽ എനിക്ക് നല്ലതെന്ന് തോന്നിയിട്ടുള്ളതിൻ്റെ ഒക്കെ റിവ്യൂസ് ഇടുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോ അയച്ചു തരുന്നത് വരേക്കും ബൈ.